നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമുക്ക് 2024 ഡിസംബർ മാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെ പരിശോധിക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അതുവഴി തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. 2024 ഡിസംബർ മാസം 1 മുതൽ 7 വരെയുള്ള സമ്പൂർണ്ണ വാരഫലം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിലിലൊക്കെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളും പ്രയോജനങ്ങളും ലഭിക്കാം. ഭൂമിയിൽ നിന്ന് കാർഷിക ആദായങ്ങളൊക്കെ വിപുലമാകുന്നതാണ്. ജ്യേഷ്ഠ സഹോദരങ്ങൾക്കും പിതാവിനും ഒക്കെ കൂടുതൽ ഗുണപ്രദമായിട്ടുള്ള സമയമാണ്. മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ അനുകൂല സമയമാണ്. വ്യാപാര വ്യവസായങ്ങളൊക്കെ പൂർവാധികം ഭംഗിയായി അഭിവൃദ്ധിപ്പെടുന്നതാണ്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ഡിസംബർ 1 മുതൽ 7 വരെയുള്ള വാരഫലത്തെ നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വിനോദയാത്രകളിലോ തീർത്ഥയാത്രകളിലോ ഒക്കെ പോകാൻ അവസരം ലഭിക്കും. അത് മനസ്സിന് നല്ല സന്തോഷം നൽകും. കഫജന്യമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയേക്കാം. വിവാഹാലോചനയൊക്കെ നടക്കുന്ന ഇടവക്കൂറുകാർക്ക് വിവാഹം ആകാനുള്ള സാധ്യതയുണ്ട്. അധികാരികളുടെ പ്രീതി ഉണ്ടാകുന്ന സമയമാണ്. ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവര് തൊഴിൽ ആവശ്യത്തിന് യാത്രകൾ ചെയ്യേണ്ട സാഹചര്യം വരാം. അത് സന്തോഷപ്രദമായി മാറാനും തൊഴിലിൽ ഗുണപ്രദമായിട്ടുള്ള ഫലങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഡിസംബർ 1 മുതൽ 7 വരെയുള്ള വാരഫലത്തെ നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ 2-ാം പകുതി, തിരുവാതിര, പുണർന്നത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് മനസ്സിൽ പുതിയ ആശയങ്ങളൊക്കെ രൂപം കൊള്ളുന്നതാണ്. അവയെ പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അതൊക്കെ വിജയത്തിലെത്തുകയും ചെയ്യും. സന്താന ഭാഗ്യം ആഗ്രഹിച്ചിരിക്കുന്ന മിഥുനക്കൂറുകാർക്ക് സന്താന ഭാഗ്യത്തിനുള്ള സാഹചര്യമുണ്ട്. സർക്കാരിൽ നിന്ന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടായേക്കാം. സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതാണ്. സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ വാരത്തിലുണ്ട്. ഇനി നമുക്ക് കർക്കിടക്കൂറുകാരുടെ ഡിസംബർ 1 മുതൽ 7 വരെയുള്ള വാരഫലത്തിൽ നോക്കാം. കർക്കിടക്കൂറിൽ വരുന്നത് പുണർന്നത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് വാഹന സംബന്ധമായി ധനാഗമം ഉണ്ടാകുന്നതാണ്. ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാനും സാഹചര്യമുണ്ട്. ഇത്തരം കൂട്ടുകെട്ടിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എഴുത്തുകാർക്കും പത്രപ്രവർത്തകർക്കും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. ശത്രുക്കളുടെ പ്രവർത്തനത്തെയൊക്കെ കർക്കിടക്കൂറുകാർക്ക് വരുന്ന വാരം പരാജയപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ വാരഫലത്തെ നോക്കാം. ഡിസംബർ 1 മുതൽ 7 വരെയുള്ള ഫലം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ വിദ്യാർത്ഥികളായിട്ടുള്ള ചിങ്ങക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്. പുതിയ വ്യവസായങ്ങളൊക്കെ തുടങ്ങാൻ ഉള്ള അനുകൂല സാഹചര്യങ്ങളുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല കാലമാണ്. പ്രമേഹ രോഗികളായിട്ടുള്ള ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദൂരദേശ യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കും. പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ്. യുവാക്കൾക്ക് വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകുന്നതാണ്. വിവാഹത്തിന് അനുകൂല സമയമാണ്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ ഡിസംബർ 1 മുതൽ 7 വരെയുള്ള വാരഫലത്തെ നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വൻ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. രാഷ്ട്രീയക്കാർക്കും വളരെ അനുകൂല സമയമാണ്. പുതിയ ചില ആശയങ്ങളൊക്കെ രൂപം കൊള്ളുന്നതാണ്. അത് വിജയത്തിലെത്തുന്നതാണ്. യാത്രയിലൊക്കെ ആഭരണവും ഒക്കെ കൈമോശം വരാതെ സൂക്ഷിക്കേണ്ടതാണ്. കുടുംബജീവിതത്തിലെ പൊതു നിലവാരങ്ങളൊക്കെ ഉയരുന്നതാണ്. ഉന്നതരായിട്ടുള്ള വ്യക്തികളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ വരുന്ന ഡിസംബർ 1 മുതൽ 7 വരെയുള്ള വാരഫലത്തെ നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2-ാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് വ്യവസായ രംഗത്തൊക്കെയുള്ളവർക്ക് അത് പുരോഗമിക്കാനുള്ള സാധ്യതയുണ്ട്. ഭാര്യയിൽ നിന്ന് സാമ്പത്തികമായിട്ടും മറ്റു ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. യാത്രകളൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. പുതിയ വാഹനം വാങ്ങാനൊക്കെ ആലോചിക്കുന്നവർക്ക് അതിന് അനുകൂല സമയമാണ്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ എന്നീ തുലാക്കൂറുകാർക്ക് വളരെ അനുകൂല സമയമാണ്. വിവാഹാലോചനയൊക്കെ നടക്കുന്നവർക്ക് അത് വിവാഹം നടക്കാനുള്ള സാഹചര്യമുണ്ട്. പ്രവർത്തന രംഗത്ത് പൊതുവെ ഊർജ്ജസ്വലത കൈവരിക്കാൻ തുലാക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഡിസംബർ 1 മുതൽ 7 വരെയുള്ള വാരഫലത്തെ നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽ രഹിതരായിട്ടുള്ള വൃശ്ചികക്കൂറുകാർക്ക്
ജോലിയിലൊക്കെ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. സർക്കാരിന്റെ കരാറുകളൊക്കെ ഏറ്റെടുത്ത് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വീട് വിട്ട് താമസിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ശരീരത്തിന് പരിക്ക് പറ്റാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശത്തുള്ളവർക്ക് വിവാഹമൊക്കെ തടസ്സപ്പെട്ടിരിക്കുന്നവർക്ക് അതൊക്കെ വിവാഹം നടക്കാനുള്ള സാഹചര്യമുണ്ട്. അടുത്ത നമുക്ക് ധനുക്കൂറുകാരുടെ ഡിസംബർ 1 മുതൽ 7 വരെയുള്ള വാരഫലത്തെ നോക്കാം. ധനുക്കൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടംകാല എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് പ്രസാധകന്മാർക്കും ഗ്രന്ഥകാരന്മാർക്കും ഒക്കെ പേരും പ്രശസ്തിയും ലഭിക്കുന്ന സമയമാണ്. വീട് മോടി പിടിപ്പിക്കാനായിട്ട് ധാരാളം പണം ചെലവഴിക്കേണ്ടവരാം. ഏജൻസി തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്ക് ധനവരുമാനം വർദ്ധിക്കുന്നതാണ്. ശത്രുക്കളുടെ ശല്യമൊക്കെ ഉപദ്രവങ്ങളൊക്കെ ഇല്ലാതാകുന്ന സമയമാണ്. ധനുക്കൂറുകാർക്ക് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ ഡിസംബർ 1 മുതൽ 7 വരെയുള്ള വാരഫലത്തെ നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ഒരു കാര്യത്തിനായി മാറ്റിവെച്ചിരിക്കുന്ന പണമൊക്കെ മറ്റേതെങ്കിലും അത്യാവശ്യത്തിനായിട്ട് ചെലവഴിക്കേണ്ട സാഹചര്യം വന്നേക്കാം. മകരക്കൂറുകാർ എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ട വാരമാണ്. സിനിമ, സംഗീതം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്ന മകരക്കൂറുകാർക്ക് അനുകൂല സമയമാണ്. ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാതെ മകരക്കൂറുകാർ ഈ വാരത്തിൽ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ ഡിസംബർ 1 മുതൽ 7 വരെയുള്ള ഫലത്തെ നോക്കാം. കുംഭക്കൂറിൽ വരുന്ന ഔട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പുതിയ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിലൊക്കെ പ്രവേശിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ഗവൺമെന്റ് ജോലിയിലൊക്കെ ചെയ്യുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പൊതുവെ തൊഴിൽപരമായിട്ട് കുംഭക്കൂറുകാർക്ക് ഉയർച്ചയുടെ സമയമാണ്. ദൂരദേശ യാത്രയൊക്കെ ആവശ്യമായി വന്നേക്കാം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പിതാവിന് ശ്രേയസ് വർദ്ധിക്കുന്നതാണ്. പ്രതീക്ഷിക്കാതെ നല്ല ഉയർച്ച ഉണ്ടാകാൻ അനുകൂല സമയമാണ്. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ ഡിസംബർ 1 മുതൽ 7 വരെയുള്ള വാരഫലത്തെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൊരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ്. ഉയർച്ച ഉണ്ടാകുന്നതാണ്. പൊതുവെ തൊഴിൽപരമായിട്ട് മീനക്കൂറുകാർക്ക് അനുകൂലമാണ് എന്ന് പറയാം. കോടതിയുമായി ബന്ധപ്പെട്ട് ചില കേസുകളൊക്കെ ഉണ്ടായേക്കാം. പ്രേമബന്ധങ്ങളൊക്കെ ഉള്ളവർക്ക് അത് വിവാഹത്തിലെത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയ പ്രവർത്തകർ, എഴുത്തുകാർ എന്നിവർക്കൊക്കെ പുതിയ രചനകൾ സൃഷ്ടിക്കുവാനും നല്ല പേരെടുക്കാനും ഒക്കെ അനുകൂല സമയമാണ്. 12 രാശിക്കൂറുകാരുടെയും ഡിസംബർ 1 മുതൽ 7 വരെയുള്ള സമ്പൂർണ്ണ വാരഫലത്തെയാണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ നല്ല വിഷയങ്ങളും വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചും കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.